സ്തോത്രം. യേശുനായക പാപനാശകാരണ വീണ്ടെടുത്ത നിഞ്ജനത്തിനാത്മദായക കണ്ടു ഞാൻ ദൈവസ്നേ ക്രൂശിന്മേ പണ്ടു ഞാൻ അറിഞ്ഞതില്ലെന്നോർത്തു നേരുന്നേ ഉണ്ടെനിക്കു നാടു നേടിയെന്നതോർക്കുമ്പോൾ വേണ്ടെനിക്ക് മിശ്രീമിൻ നിക്ഷേപങ്ങളെ യേശുനായക പാപനാശകാരണ വീണ്ടെടുത്ത നിഞ്ജനത്തിനാത്മദായക നിൻവരവിൻ ലക്ഷ്യങ്ങൾ എങ്ങു കാണുന്നേ ജാതി ജാതിയോട് പോരിനായുധങ്ങളാ വ്യാധി മൂലം ഖേദിക്കും നീ മാനവരെല്ലാം ക്ഷമഭോഗം അവിടവിടായേ അന്ത്യകാല സംഭവങ്ങളാലെ പൂവണം മാരകായുധങ്ങളാലെ ലോകരാഷ്ട്രങ്ങളെ സായുധ സമരത്തിന കളമൊരുക്കുന്നേ കാന്തനെ നിൻ വരവിനെന്തു താമസിക്കുന്നു വെള്ളി പൊന്നുമല്ല എന്നെ വീണ്ടെടുത്തത് നിസ്തുലാദിനം കരുണയാൽ കരുക്കയാ വസ്തുതകൾ വന്യമല്ലതിൻ നാവിനാൽ കർത്തൻ ക്രൂശിൽ നിർവഹിച്ച ദൈവനിർണയം കണ്ടിട്ടില്ല വിണ്ണിൻ ഭാവി രൂപങ്ങൾ കേൾപ്പതില്ല സ്വർഗ്ഗസിയോനിൻപനാദങ്ങൾ ഒന്നു ഞാൻ അറിയും നേയൻ വാസമോക്കുമ്പോൾ മണ്ണിടം മറന്നു ഗാനമൊന്നു പാടുന്നേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 50-ാം സങ്കീർത്തനം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കുകയില്ല. അവന്റെ മുൻപിൽ തീ ദഹിപ്പിക്കുന്നു. അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റ് അടിക്കുന്നു. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവൻ. ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കാൻ ആകാശം അവന്റെ നീതിയെ ഘോഷിക്കും. എൻ്റെ ജനമേ കേൾക്കാം, ഞാൻ സംസാരിക്കും. ഇസ്രായേലേ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ ഹനനയാഗങ്ങളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുൻപാകെ ഇരിക്കുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ട് കൊറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവ ആകുന്നു. ഹല്ലേലൂയ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം തെരഞ്ഞെടുത്തവരും നീതീകരിച്ചവരും എന്നതിനെ കുറിച്ച് ദൈവവചനത്തിലൂടെ അല്പമായി നമുക്ക് ചിന്തിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 33-ാമത്തെ തിരുവചനം. ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ഹല്ലേലൂയ. പ്രിയരെ, ദൈവം നമ്മെ നീതീകരിക്കുന്നു എങ്കിൽ സകലരും നമുക്കെതിരാണെങ്കിൽ പോലും ഒരു മനുഷ്യനെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. കർത്താവാണ് നമ്മെ നീതീകരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ എന്ന് 2 പത്രോസ് 1:10 കാണുന്നു. അതിനാൽ മറ്റുള്ളവർ നമ്മെ പറ്റി പറയുന്നതിനെ കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. പ്രിയരെ, കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക. നമ്മുടെ ജീവിതവും പ്രവൃത്തികളും കർത്താവിന്റെ ദൃഷ്ടിയിൽ കുറ്റമറ്റതായിരിക്കട്ടെ. അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മോട് കൂടെ എന്നതിനെ കുറിച്ച് ദൈവവചനത്തിലൂടെ പറയുന്നത് വിശുദ്ധ വേദഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചനത്തിൽ കാണുന്നത്, ദൈവം നമ്മോട് കൂടെ, യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി,
നിന്റെ ഈ ബലത്തോടെ പോകാം, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയും എന്റെ കുല എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനും അല്ലയോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ ദൈവം തന്റെ ശ്രേഷ്ഠമേറിയ പ്രവൃത്തിക്കായി ഗിദെയോനെ തെരഞ്ഞെടുക്കുകയും അതിനായി അവനെ വേർതിരിക്കുകയും ചെയ്തതായി കാണുന്നു. ഗിദെയോൻ എത്രമാത്രം അയോഗ്യനും ബലഹീനനും ആണെന്ന് 15-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതും ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു എന്നത് എത്ര സത്യമായിരിക്കുന്നു. 1 കൊരിന്ത്യർ 1:27-28 വാക്യങ്ങൾ. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ ദൂതൻ അവനോട് പറഞ്ഞു. പരാക്രമശാലി എന്നോ മഹാൻ എന്നോ വിളിക്കത്തക്കവണ്ണം ഈ മനുഷ്യന് നാം ഒരു യോഗ്യതയും കാണുന്നില്ല. തുടർന്നുള്ള അവന്റെ ചോദ്യങ്ങൾ അവൻ നിരാശനായിരിക്കുന്നു എന്ന് വെളിപ്പെടുന്നു. അയ്യോ യജമാനനെ, യഹോവ നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ നമുക്കിതൊക്കെ സംഭവിക്കുന്നത് എന്ത്? നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങൾക്കൊക്കെയും എവിടെ? ന്യായാധിപന്മാരുടെ പുസ്തകം 6:13. എന്നിട്ടും അവനിലും അവനിലൂടെയും ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ഗിദെയോന്റെ നിരാശപ്പെട്ട അവസ്ഥ ദൈവത്തിന് ഒരു തടസ്സം ആയിരുന്നില്ല. ദൈവത്തിന്റെ പരമമായ കൃപ ഗിദെയോനെ ഒരു കർത്തൃ ശുശ്രൂഷകനാക്കി മാറ്റുക മാത്രമല്ല, ഗിദെയോന്റെ ഇസ്രായേലിന് നായകനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇത്രമാത്രം ഭയവും സംശയവും നിരാശയും നിറഞ്ഞ മനുഷ്യനിലൂടെ മണൽ പോലെയുള്ള മിദ്യാന്യൻ സൈന്യത്തെ ഗിദെയോൻ 300 പേരെ കൊണ്ട് നശിപ്പിച്ചു. പ്രിയരെ, ഒരു പക്ഷേ നീ സംശയവും ഉത്കണ്ഠയും നിറഞ്ഞ ഗിദെയോനെ പോലെ ആയിരിക്കാം. എന്നാൽ ഗിദെയോനെ തിരഞ്ഞെടുത്ത ദൈവം നിന്നോട് കൂടെ ഉണ്ട്. നീ നിരാശനാകാതെ ജാഗ്രതയായിരിക്കുക. നീ നിന്നിലല്ല, നിന്റെ ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു എന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു. ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് തീർച്ചയായും നീ ഒരു പരാക്രമശാലി തന്നെയാണ്. ഈ ബലത്തോടെ പോകാൻ എന്നത്, ഈ ബലം ദൈവം നിന്നോട് കൂടെയുള്ളത്, തേജസ്സിൽ കർത്താവ് നിന്നോട് കൂടെ ഇരിക്കുന്നത്, ജയത്തിന്റെ ദൈവം നിന്നോട് കൂടെയുള്ളത് അത്രേ. ആകയാൽ ഈ ബലത്തോടെ മുന്നോട്ട് പോകാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കും. അതുകൊണ്ട് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34:26, ഞാൻ തക്ക സമയത്ത് മഴ പെയ്യിക്കും, അത് അനുഗ്രഹമായ മഴ ആയിരിക്കും. പ്രിയ ദൈവമൈതലേ, അനേകർക്ക് ഈ ദിവസം കാണാൻ കഴിയാതെ വന്നപ്പോൾ നാം മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ദിവസം കൂടി കാണുവാൻ ഇടയാക്കിയ വലിയവനായ ദൈവത്തിന് നന്ദി പറയാം. ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും സർവശക്തനായ ദൈവം നടത്തി തരുമാറാകട്ടെ. ഹല്ലേലൂയ. അമേ. അതിനായി കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരു പ്രഭാതം കൂടി കാണുവാൻ ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടി തന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത സകല നന്മകൾക്കും ഉപഹാരങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സമാധാനങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതുവരെ കാണാത്തതായ ഒരു പുതിയ പ്രഭാതം കാണാൻ ഞങ്ങളെ സഹായിച്ചതിനായ സ്തോത്രം. ഞങ്ങളെപ്പോലെ കഴിഞ്ഞ രാത്രികാലം ഉറങ്ങാൻ കിടന്ന എത്രയോ പേർ പലവിധ ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ വഴി ലോകത്ത് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങ് കണ്ണിലേക്ക് ഇഷ്ടമഴി പോലെ കാത്തതിനായി, പരിപാലിച്ചതിനായി, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കുടുംബമായി കർത്താവ് പരിപാലിച്ചതിനായി, കാത്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തുമെന്ന വചനം പോലെ കർത്താവിനോട് കൂടെ പറ്റിച്ചേർന്നായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നരുളി ചെയ്ത യേശു കർത്താവ് ദിനംതോറും ഞങ്ങളെ വലങ്കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവത്തിന്റെ കരുണയ്ക്കായി, കൃപയ്ക്കായി, ദയയ്ക്കായി നന്ദി പറയുന്നു കർത്താവ്. തുടർന്ന് ദൈവസാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ അങ്ങ് സഹായിക്കണം.
അനുഗ്രഹിക്കും ആനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നമ്മ. രോഗികളായിരിക്കുന്ന മക്കൾക്ക് സൗഖ്യം നൽകണമേ. സമാധാനമില്ലാത്ത വ്യക്തി ജീവിതത്തിൽ സമാധാനം നൽകണം അമ്മ. കടഭാരത്തിലായിരിക്കുന്നവർക്ക് അതൊക്കെ തീർക്കാനുള്ള വഴിയെ തുറക്കണമെന്നുണ്ട്. അത് കുടുംബമായി ദൈവത്തെ ആരാധിക്കാൻ കഴിയാതവണ്ണം, ജീവനുള്ള ദൈവത്തെ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കാൻ കഴിയാതിരിക്കുന്ന ഓരോ മക്കളോടും ഹല്ലേലൂയ. യോശുവ ഭക്തൻ പറഞ്ഞ പ്രകാരം ഞാൻ എൻ്റെ കുടുംബവുമോ ഞങ്ങളെ പോലെ സേവിക്കുന്ന വചനം പോലെ കർത്താവിൻ്റെ മാറിൽ ചാരി ഓരോ ദിനവും മുന്നോട്ട് പോകാൻ എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണം. സ്തോത്രം കർത്താവെ. നടക്കുന്ന എല്ലാ വിശുദ്ധ ആരാധനകളെ അനുഗ്രഹിക്കണം കർത്താവ്. അമ്മേ, ദൈവത്തിൻ്റെ വേലക്കേട്ട് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. ശുശ്രൂഷയ്ക്കായി കടന്നു പോകുന്ന മക്കളുടെ യാത്രകളിൽ വാഹനത്തിലെല്ലാം ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ അങ്ങ് സഹായിക്കണം. ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. തുടർന്ന് ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ ദൈവം സഹായിക്കണം. കർത്താവേ, ഉറക്കമില്ലാതെ പാലത്തോടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ പ്രാർത്ഥന കേൾക്കുന്നല്ലപ്പ. യേശുവിൻ്റെ സമാധാനം എൻ്റെ ഹൃദയങ്ങളിലേക്ക് നിറയുവാൻ ദൈവം സഹായിക്കണമേ. യേശു കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് അരുളി ചെയ്ത യേശുവിൻ്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ ദൈവം സഹായിക്കണപ്പ. അനുഗ്രഹിക്കുവാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. സ്തോത്രം. യേശുവിൻ്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. സ്തോത്രം.